നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇതുപോലൊരു മരപ്പാഴ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ അട്ടർ വേസ്റ്റിനെ അടിച്ചിറക്കി കൊള്ളാവുന്ന ഒരാളെ പാർട്ടി സെക്രട്ടറി ആക്കാനില്ലേ? എല്ലാ കാലത്തും പിണറായിക്ക് കുഴലൂത്ത് നടത്തുന്നവർ മാത്രം പാർട്ടി സെക്രട്ടറി ആയാൽ മതിയോ? വിജയൻ സഖാവിനെ വലിച്ചു കീറുകയാണ് നട്ടെല്ലുള്ള സഖാക്കൾ. അവർ വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എം വി ഗോവിന്ദനെ പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. വാ തുറന്നാൽ പാർട്ടിയെയും പാർട്ടിക്കാരെയും പ്രതിസന്ധിയിലാക്കുക, വലിയ താത്വികാചാര്യൻ കളിച്ച് മണ്ടത്തരം മാത്രം വിളമ്പുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ ആള് കാണിക്കാൻ ചെന്ന് പാർട്ടിയെ പടുകുഴിയിലാക്കുക. മടുത്തു, ഇതുപോലെ ഒരു മരപ്പാഴിനെ ഇനി ചുമക്കാൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് സഖാക്കൾ പറയുന്നു. സോഷ്യൽ മീഡിയ എം വി ഗോവിന്ദനെ വാരി വലിച്ചിട്ട് അലക്കുകയാണ്. ബുദ്ധിയും ബോധവുമുള്ള ഒരുത്തനെ പാർട്ടി സെക്രട്ടറി ആക്കണം, പാർട്ടി തിരിച്ചു വരണം എന്നുള്ള മുറവിളിയാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദന്റെ താത്വിക പ്രസംഗം സഹിക്കാനാകാതെ യോഗവേദി വിട്ട് PA മുഹമ്മദ് റിയാസ് മുങ്ങിയത് ഇപ്പോൾ വലിയൊരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിന്റെ തട്ടകമായ കോഴിക്കോട് ചെന്ന് കയറി വലിയ മണ്ടത്തരമാണ് എം വി ഗോവിന്ദൻ വിളിച്ചു കൂവിയത്. ഇതാണിപ്പോൾ വലിയൊരു ട്രോളിന് വഴിവെച്ചിരിക്കുന്നതും ഇതൊരവസരമാക്കിക്കൊണ്ട് സഖാക്കൾ എല്ലാവരും കൂടി ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയുമാണ്. ഗോവിന്ദന്റെ ദീർഘമേറിയ താത്വിക വിശകലനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് മടുത്തു തുടങ്ങി എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു വേദിയിലുണ്ടായ സംഭവ വികാസങ്ങൾ. കേരളത്തിൽ ഇടതു ഭരണം നഷ്ടമായ ശേഷവും പാർട്ടി നേതൃത്വം അനാവശ്യ ന്യായീകരണങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ അണികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ന്യായീകരിച്ച് പ്രതിരോധത്തിലായ പാർട്ടി നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനവും ഉയരുന്നു. പാർട്ടിയും ജനങ്ങളും അണികളും തമ്മിൽ വലിയ അകൽച്ചയിലാണെന്ന കേന്ദ്ര കമ്മിറ്റി തന്നെ അടുത്തിടെ വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ ആ പരിപാടിക്ക് ചെന്ന് കയറി അത് കുളമാക്കിയാണ് ഗോവിന്ദൻ അവിടെ നിന്ന് മടങ്ങിയത്. പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരാൾ ഇതുവരെ ഇരുന്നിട്ടില്ല എന്നും മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ ഇതുപോലെ ഒരു പടുമാരണത്തെ കൊണ്ടിരുത്തി പാർട്ടിയെ നാണം കെടുത്തി എന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കസേരയിൽ വന്നതിന് ശേഷം, പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷം ഈ പാർട്ടിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. പാർട്ടി സെക്രട്ടറി ആയിട്ട് ഗോവിന്ദൻ വന്നതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി പടുതോൽവിയാണ് ഏറ്റുവാങ്ങിയത്. മുതിർന്ന നേതാക്കളെ എല്ലാവരെയും വെറുപ്പിച്ചു. പലരും പാർട്ടി വിട്ട് പുറത്തുപോയി. പാർട്ടി വിട്ട് പുറത്തുപോയവരെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ഒരു മിടുക്ക് പോലും ഗോവിന്ദൻ ഉണ്ടായിരുന്നില്ല. പകരം അവരെ വീണ്ടും ചൊടിപ്പിക്കുന്ന നിലപാടുകളാണ് എം വി ഗോവിന്ദനിൽ നിന്ന് പലപ്പോഴായി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നുവെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചല്ലോ. G. സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ അവിടെ പുഷ്പം പോലെയാണ് ജയിച്ചു കയറിയത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണ്, അവർ വിമതരാണ്. പക്ഷേ അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന തരത്തിലേക്കെന്നല്ല, അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ജനം പറഞ്ഞു തുടങ്ങിയില്ലേ? അതാരുടെ പിടിപ്പുകേട് കൊണ്ടാണ്? ഒരു കൂട്ടം ക്രിമിനലുകളെയാണ് എം വി ഗോവിന്ദൻ ഈ പാർട്ടിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങൾ തിരുത്തി തിരികെ വരും എന്ന് വായിട്ടലച്ചാൽ മാത്രം പോരാ ഗോവിന്ദ. പാർട്ടിയെ ഒരു തോൽവി ഏറ്റുവാങ്ങിയ പാർട്ടിയെ അവിടെ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ച് പണിപ്പെടേണ്ടി വരും. ജനകീയ പാർട്ടിയാക്കി ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടെത്തിക്കാൻ കുറച്ചധികം പണിയെടുക്കണം. ആ ഒരു കെൽപ്പ് ഗോവിന്ദൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ പലതവണ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് പാർട്ടി സെക്രട്ടറി കസേരയിൽ നിങ്ങൾ പടുതോൽവിയാണ്, ലോക തോൽവി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് നടന്ന പരിപാടിയിൽ എം വി ഗോവിന്ദൻ കാണിച്ചു കൂട്ടിയ ആന മണ്ടത്തരങ്ങൾ. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം പകുതിയാകുന്നതിന് മുൻപ് തന്നെ റിയാസ് വേദി വിട്ടുപോയതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഗോവിന്ദനെ പാർട്ടിക്കാർക്ക് മടുത്തു എന്നുള്ളതിന്റെ തെളിവാണിതെന്ന് ചർച്ചകൾ സജീവമാകുന്നു. എന്തിനാണ് ഗോവിന്ദനെ പോലൊരു വിഴുപ്പിനെ പാർട്ടി ചുമക്കേണ്ടത് എന്ന ചോദ്യം ഉയരുന്നു. സാധാരണ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുമ്പോൾ ആരും വേദിയിൽ നിന്നും പോകാറില്ല. എന്നാൽ ഗോവിന്ദനെ സഹിക്കാനേ കഴിയുന്നില്ല എന്ന് സൈബർ സഖാക്കളും സോഷ്യൽ മീഡിയയിൽ കത്തിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുവേദികളിൽ സാധാരണയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല എന്നിരിക്കെ
റിയാസിന്റെ ഈ നടപടി വേദിയിലുണ്ടായിരുന്ന മറ്റു പ്രാദേശിക നേതാക്കളെയും വലിയ രീതിയിൽ ധർമ്മസങ്കടത്തിലാക്കി. ഈ യോഗത്തിലെ കുറഞ്ഞ ജനപങ്കാളിത്തവും സംഘാടകരെയും നേതാക്കളെയും ഒരുപോലെ തന്നെ നിരാശരാക്കിയ സംഭവമാണ്. മുൻകാലങ്ങളിൽ CPM യോഗങ്ങളിൽ വൻ ജനക്കൂട്ടം അണിനിരന്നിരുന്ന സ്ഥാനത്താണ് കോഴിക്കോട് നഗരത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ആളൊഴിഞ്ഞ കസേരകൾ വേദിയിൽ നിറഞ്ഞത്. സ്വന്തം കോട്ടയിൽ പോലും ജനങ്ങളെ ആകർഷിക്കാൻ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കാകുന്നില്ല എന്നത് CPM-ന് തിരിച്ചടി തന്നെയാണ്. നാട് മുഴുവൻ ആഘോഷ തിമിർപ്പിലായിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു ഗൗരവമുള്ള വിഷയം ആസ്പദമാക്കി യോഗം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ ന്യായീകരിക്കുന്നുണ്ട്. ജനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന വേളയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആളുകൾ കുറയാൻ ഇതും ഒരു കാരണമായെന്ന് സംഘാടകർ തന്നെ സ്വാഗത പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. സംഭവം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണനഷ്ടത്തിനും നേതാക്കളുടെ അഴിമതി ആരോപണങ്ങൾക്കുമിടെ സംസ്ഥാന സെക്രട്ടറിയെ വേദിയിലിരുത്തി മുൻ മന്ത്രി തന്നെ മുങ്ങിയ സംഭവത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതയാണോ അതോ പ്രസംഗത്തോടുള്ള കടുത്ത മടുപ്പാണോ കാരണം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ MV ഗോവിന്ദനെ വാരി വലിച്ചിട്ട് അലക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. ഈ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ തന്നെ ഗോവിന്ദനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. ഗോവിന്ദന് ഒരു ജനക്കൂട്ടത്തെ പിടിച്ചിരുത്താനുള്ള കഴിവില്ല എന്നും വെറുതെ വാരി വലിച്ച് എന്തൊക്കെയോ വിളിച്ചു കൂവുന്നതല്ലാതെ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് ഗോവിന്ദന് പോലും അറിയില്ല എന്നുള്ള വിമർശനങ്ങളും ട്രോളുകളും സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇനി നമുക്ക് ആധികാരികമായ, അതായത് ഈ പറയുന്ന MV ഗോവിന്ദൻ തന്നെ പറയുന്ന പോലെ താത്വികമായ ചർച്ചകളിലേക്ക് കടക്കാം. ആധികാരികമായി പറയുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, MV ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണം. പാർട്ടിക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, ഒരു തോൽവിയിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് ഒരു പുതുമുഖമാണ് ആവശ്യം എന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ. അണികൾ തന്നെ പറയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ നേതൃത്വം ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകുന്നില്ല? പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് ഗോവിന്ദൻ എത്തിയത് തന്നെ ഒരു ചതിയിലൂടെയാണ്. പിണറായി വിജയൻ കളിച്ച കളിയിൽ MV ഗോവിന്ദന് ലോട്ടറി അടിക്കുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ താല്പര്യം EP ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്നുള്ളതായിരുന്നു. EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ് എന്നല്ലേ? MV ഗോവിന്ദൻ പിണറായിയെ പോലെ കുടുംബത്തിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് സെക്രട്ടറിയുടെ കസേരയിൽ കയറി കുത്തിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ EP ജയരാജൻ പാർട്ടിയോട് കൂറുള്ള ഒരാളാണ്. ഇപ്പോഴുള്ള നേതാക്കളിൽ മെച്ചം ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് EP ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. കോടിയേരി ബാലകൃഷ്ണന് താല്പര്യമുണ്ടായിരുന്നത് EP ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ കോടിയേരി വിട പറഞ്ഞതോടുകൂടി കോടിയേരിയുടെ വാക്ക് അതിനുപോലും പുല്ലുവില കൊടുത്തുകൊണ്ടായിരുന്നു പിണറായി വിജയൻ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി കസേരയിൽ കൊണ്ടിരുത്തിയത്. അതൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. എന്തെങ്കിലും വിമർശനങ്ങൾ തനിക്ക് നേരെ വന്നാൽ വെളുപ്പിക്കാൻ പാർട്ടി സെക്രട്ടറി ചാടി ഇറങ്ങണം. മുൻപൊക്കെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ടായിരുന്നു. എന്നാൽ MV ഗോവിന്ദൻ ആ കസേരയിൽ കയറി ഇരുന്നതോടുകൂടി അതിൻ്റെ വില തന്നെ പോയിരിക്കുകയാണ്. MV ഗോവിന്ദനെതിരെ വിമർശനങ്ങൾ എത്രയോ തവണ ഉയർന്നു വന്നതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ MV ഗോവിന്ദനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നില്ലേ? പാർട്ടി സംവിധാനങ്ങളെ പ്രതിസന്ധിയിലാക്കി ചരിത്രപരമായ തോൽവി സമ്മാനിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് യഥാർത്ഥ പാർട്ടി വിരുദ്ധനെന്ന് TK ഗോവിന്ദൻ MLA തുറന്നടിച്ചു പറഞ്ഞില്ലേ? MV ഗോവിന്ദൻ G സുധാകരനെയും TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ഒക്കെ വർഗവഞ്ചകർ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ അതിന് നല്ല ഒന്നാം തരം മറുപടി കൊടുത്തുകൊണ്ടായിരുന്നു TK ഗോവിന്ദൻ ഇങ്ങനെ തിരിച്ചടിച്ചത്. വർഗവഞ്ചകൻ അത് MV ഗോവിന്ദൻ തന്നെയാണെന്ന്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി PK ശ്യാമളയെ അംഗീകരിക്കാനാകില്ല എന്ന് തൻ്റെ നിലപാടും അവിടുത്തെ ജനങ്ങളുടെ നിലപാടും ശരിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നായിരുന്നു വിജയിച്ചതിന് ശേഷം TK ഗോവിന്ദൻ പറഞ്ഞത്. തളിപ്പറമ്പിൽ ശ്യാമളയെ നിർത്തുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തളിപ്പറമ്പിലുള്ള CPM-കാർ ആവർത്തിച്ചു പറഞ്ഞു, ഇത് മണ്ടത്തരമാണ്, ജയിക്കുന്ന ഒരു മണ്ഡലം കൊണ്ടുപോയി തൊലയ്ക്കരുത്, മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന്. പക്ഷെ കേട്ടില്ല. ഒരു MLA കസേര ചുളിവിൽ കിട്ടുകയാണെങ്കിൽ അത് തൻ്റെ കുടുംബത്തിരിക്കട്ടെ എന്നുള്ളതായിരുന്നു MV ഗോവിന്ദൻ മനക്കോട്ട കെട്ടിയത്. അത്യാർത്തി. പാർട്ടി തോറ്റാലും വേണ്ടില്ല, തൻ്റെ കുടുംബത്തോട്ടെല്ലാം എത്തണം എന്നുള്ള അത്യാർത്തിയായിരുന്നു MV ഗോവിന്ദന്. ആ അത്യാർത്തിക്ക് തളിപ്പറമ്പിലെ സഖാക്കൾ തന്നെയാണ് മറുപടി കൊടുത്തത്. ശ്യാമളയെ 8 നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. തളിപ്പറമ്പിലെ അതിബുദ്ധി പിന്നീട് കേന്ദ്ര കമ്മിറ്റിയും
വിമർശനമായി ഉയർത്തിയിരുന്നല്ലോ. അതായത് MV ഗോവിന്ദന്റെ അത്യാർത്തിയാണ് മണ്ഡലം കൊണ്ടുപോയി തൊലച്ചതിന് കാരണമെന്ന് കേന്ദ്ര കമ്മിറ്റിക്കും പറയേണ്ടി വന്നു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച വീഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം എന്ന് പാർട്ടി റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു. പാർട്ടി വിരുദ്ധനായി പാർട്ടിയുടെ കനത്ത തോൽവിക്ക് കാരണക്കാരനായി മാറിയ MV ഗോവിന്ദൻ ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ പാർട്ടി പാഠം പഠിക്കുമെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക എന്ന് അന്ന് TK ഗോവിന്ദൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി തെറ്റ് തിരുത്തിയാൽ തിരിച്ചു പോകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. മേൽഘടകങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പാക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു CPM-ൽ കീഴ്ഘടകങ്ങൾ എന്ന അവസ്ഥ മാറിയെന്ന് TK ഗോവിന്ദൻ പച്ചയ്ക്ക് പറഞ്ഞിരുന്നല്ലോ. അതായത് നേതൃത്വം ഒരു തീരുമാനമെടുക്കും, എന്നിട്ടൊരു ചർച്ച അങ്ങോട്ട് വെക്കും. ഈ ചർച്ചയിൽ പല അഭിപ്രായങ്ങൾ പലരും പറയും. പക്ഷേ നേതൃത്വം എന്താണോ എഴുതിക്കൊണ്ടുവരുന്നത് അത് മാത്രമേ നടപ്പാകുള്ളൂ. ഇവിടെ ജനാധിപത്യമല്ല, ഏകാധിപത്യമാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് നേതാക്കൾ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിരുന്നല്ലോ. അമ്പലപ്പുഴയിലേക്ക് വന്നാൽ എന്താണ് സംഭവിച്ചത്? G. സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുമായിരുന്നില്ല. ഒരു കൂട്ടം ക്രിമിനലുകൾ CPM-ൽ ആലപ്പുഴ CPM-ൽ കടന്നുകൂടിയപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ആളാണ് G. സുധാകരൻ. G. സുധാകരൻ പാർട്ടി സെക്രട്ടറിക്ക് മുന്നിൽ പല ആവർത്തി പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, ഈ ആലപ്പുഴയിലെ CPM-ൽ കടന്നുകൂടിയിട്ടുള്ള ക്രിമിനലുകളെ വലിച്ചു പുറത്തിടണം, അവരെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തണമെന്ന്. ഇത് പലതവണ G. സുധാകരൻ പറഞ്ഞപ്പോഴും കേട്ടില്ല. ഒടുക്കം എന്താണ് സംഭവിച്ചത്? G. സുധാകരൻ പാർട്ടിക്ക് പുറത്തുപോയി. MV ഗോവിന്ദന്റെ പിടിപ്പുകേടാണ് അവിടെയും G. സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോകാൻ കാരണമായത്. എന്നിട്ട് ആലപ്പുഴയിൽ ഇപ്പോഴും CPM-ൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ക്രിമിനലുകൾ മാത്രമാണ്. കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലേക്ക് വന്നാൽ എന്താണ് സംഭവിച്ചത്? പാർട്ടി ഫണ്ട് തട്ടിപ്പിനെതിരെ ശക്തമായി പാർട്ടിയിൽ ശബ്ദമുയർത്തിയ ആ മനുഷ്യനെ കേൾക്കാതെ ക്രിമിനലുകൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് പാർട്ടി സെക്രട്ടറിയും പിണറായിയും ഒക്കെ ചെയ്തത്. അതിന്റെ ഫലമായിരുന്നു കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് പോയി പലതും വിളിച്ചു പറഞ്ഞതും ജനം അദ്ദേഹത്തിനൊപ്പം നിന്നതും അദ്ദേഹം പുഷ്പം പോലെ പയ്യന്നൂരിൽ ജയിച്ചു കയറിയതും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ തന്നെ വന്ന എത്രയോ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു MV ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. MV ഗോവിന്ദന്റെയും ശ്യാമളയുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ട് പാർട്ടിയെ അങ്ങ് ഉന്നതിയിലെത്തിച്ചതിന് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ട്രോളിക്കൊണ്ടാണ് രംഗത്തേക്ക് വന്നത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് മുഴുവൻ MV ഗോവിന്ദനെ പുറത്താക്കണം, MV ഗോവിന്ദൻ അട്ടർ വേസ്റ്റ് ആണ് എന്ന് പച്ചയ്ക്ക് പറയുന്ന സഖാക്കളുടെ പോസ്റ്റുകളായിരുന്നു. ഒടുവിൽ MV ഗോവിന്ദനെതിരെ പോസ്റ്റ് ഇട്ടവരെ ശിക്ഷിക്കുന്ന തിരക്കിലായിരുന്നു CPM നേതൃത്വം. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടികൾ വരെ എടുക്കേണ്ടി വന്നില്ലേ? ഇതെല്ലാം ജനം ചർച്ച ചെയ്തു. ഇതെല്ലാം സമൂഹം വലിയ രീതിയിലാണ് ഏറ്റെടുത്തത്. അവർ CPM-നെ കണ്ടമാനം വിമർശിച്ചു. കാരണം CPM എന്ന പ്രസ്ഥാനം അത് ഒരു കൂട്ടരുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയെന്നും ഒരു കൂട്ടർ ഈ പാർട്ടിയെ അവരുടെ കുടുംബത്തിൽ കൊണ്ട് കെട്ടിയിട്ടു എന്നും പച്ചയ്ക്ക് ജനങ്ങൾ പറഞ്ഞില്ലേ? സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും CPM-കാർക്ക് ആ സമയത്ത് കഴിയുമായിരുന്നില്ല. കാരണം MV ഗോവിന്ദനും പിണറായിക്ക് നേരെ വലിയ വിമർശനങ്ങളായിരുന്നു ശക്തമായി ഉയർന്നുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി വെച്ചലക്കിയത് എന്തായിരുന്നു? പാർട്ടിയിൽ ഇനി അങ്ങോട്ട് അടിമുടി മാറ്റം എന്നായിരുന്നു ഗോവിന്ദൻ തള്ളിയത്. സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യുമെന്നും ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ തള്ളിമറിച്ചത്. പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ താഴെ തട്ട് വരെ അഭിപ്രായം ശേഖരിച്ചു. ഇനി അങ്ങോട്ട് പാർട്ടിയെ നയിക്കാൻ അടിമുടി മാറ്റം വരും. പാർട്ടിയെ പുതുക്കി പണിയുകയാണ് ലക്ഷ്യമെന്നും ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്ത് മാറ്റമാണ് ഇവർ കൊണ്ടുവന്നത്? ഒരു മാറ്റവും കൊണ്ടുവന്നില്ല. ഇപ്പോഴും നേതൃത്വം ആരുടെ കയ്യിലാണ്? പിണറായിയുടെയും MV ഗോവിന്ദന്റെയും ഒക്കെ കൈകളിൽ തന്നെയാണ്. ഇപ്പോഴും ഗോവിന്ദൻ വിവരക്കേട് മാത്രം തള്ളിമറിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും യോഗങ്ങളിലുമൊക്കെ വിലസി നടക്കുകയാണ്. പറയുന്നത് താത്വികമായ മണ്ടത്തരമാണെന്ന് പോലും ഈ താത്വികാചാര്യന് മനസ്സിലാകുന്നില്ല. ഇതിനെ പോലെയുള്ള അട്ടർ വേസ്റ്റിനെയൊക്കെ താത്വികാചാര്യൻ എന്ന് പറഞ്ഞു നടക്കുന്ന പാർട്ടിയിലെ ഒരു കൂട്ടം മൊണ്ണകളെ വേണം പറയാനെന്നാണ് പച്ചയ്ക്ക് ജനങ്ങൾ ട്രോളി കൊന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരിച്ചു വരും എന്നായിരുന്നല്ലോ നിങ്ങളുടെ ഒടുക്കത്തെ ടാഗ് ലൈൻ. ഒരു കാലത്തും തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെയാണല്ലോ നേതൃത്വത്തിൽ കയറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.